ഹലോ, ഇന്നൊരു ചക്കയപ്പത്തിൻ്റെ കഥയായാലോ. ഇവിടാണേലേ വരിക്കച്ചക്ക കിട്ടത്തില്ല, കൂഴച്ചക്ക മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ ശ്രീയേട്ടൻ ഇന്നലെ ബജാറിൽ പോയപ്പോഴത്തേനും വൈകുന്നേരം കൂഴച്ചക്ക വാങ്ങിക്കൊണ്ട് വന്നു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചക്കയപ്പം ഉണ്ടാക്കി തരാമെന്ന്. സത്യം പറഞ്ഞാൽ ഞായറാഴ്ചയല്ലേ, കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഒത്തിരി ലേറ്റായിട്ട് എണീറ്റ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു മടി, ഇനി ചക്കയൊക്കെ കട്ട് ചെയ്ത് ഇതൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ ഭയങ്കര മെനക്കെട. ഞാൻ പറഞ്ഞു വൈകുന്നേരം ഉണ്ടാക്കാം. അന്നേരം പറ്റത്തില്ല, എല്ലാവർക്കും ഇപ്പം തന്നെ വേണം. എന്നിട്ട് പിന്നെ ശ്രീയേട്ടൻ പിന്നെ എൻ്റെ ഹെൽപ്പറാണ്, പിന്നെ എൻ്റെ അസിസ്റ്റൻ്റാണ് കുക്കിങ്ങിൽ. ഡ്യൂട്ടി ഇല്ലാത്ത ദിവസം വീട്ടിൽ നിൽക്കുമ്പോൾ എന്നെ കുക്ക് ചെയ്യാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഞാനെല്ലാം സെറ്റാക്കി തരാം, നീ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചക്ക കട്ട് ചെയ്തപ്പോൾ വേണ്ട നല്ല പഴുത്ത ചക്ക. വൈകുന്നേരത്തേന് വെച്ചിരുന്നെങ്കിൽ ആകപ്പാടെ പ്രശ്നമായിപ്പോൾ ഈ ചക്ക. നല്ല രീതിയിൽ പഴുത്തിട്ട് കൂഞ്ചേന്നൊക്കെ ചക്കയുടെ ചുള അങ്ങ് പിടി വിട്ടിട്ടുള്ള വെടി വിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല മണമായിരുന്നു. ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണ്. നമുക്ക് റേഷൻ കിട്ടുന്ന കൂട്ടത്തിലാണെങ്കിലും ഫ്രൂട്ട്സ് കിട്ടുന്നത് മാങ്ങയൊക്കെ കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ആഞ്ഞിലിച്ചക്കയില്ലേ, ആഞ്ഞിലിച്ചക്കയുടെ പഴുത്തത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഇരിക്കത്തില്ലേ, നല്ല ഭംഗിയുണ്ട്, നല്ല മധുരമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ വരിക്കച്ചക്കയെക്കാട്ടിലും മധുരം കൂഴച്ചക്കയ്ക്ക. എനിക്ക് പണ്ട് ഈ കൂഴച്ചക്ക കഴിക്കാൻ പേടിയാണ് കേട്ടോ. അത് കഴിക്കുമ്പോഴത്തേന് നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ കയറി ഇങ്ങനെ എന്തോ പോലെ പിടിച്ചിരിക്കും. അത് കാരണം എനിക്ക് പേടി ഈ സമയത്ത് ഇങ്ങനെ കഴിക്കാൻ. ഞങ്ങൾ അന്നേരം രാവിലെ ചക്കയപ്പത്തിലുള്ള തയ്യാറെടുപ്പില്ല. പിന്നെ അരമുറിയേ ഞങ്ങൾ എടുത്തുള്ളൂ ചക്കയപ്പത്തിന് കേട്ടോ. ബാക്കി അങ്ങനെ വെച്ച് വൈകുന്നേരം കഴിക്കാമെന്നും കരുതി മാറ്റി വെച്ച്. തണുപ്പായത് കാരണം വലിയ പ്രശ്നം വരത്തില്ല. ഇവിടെ കാലാവസ്ഥ ഇപ്പോൾ തണുപ്പാണല്ലോ. അങ്ങനെ ശ്രീയേട്ടൻ അവിടെ നിന്ന് ഞാനും ചേട്ടനും കിടാട്ടോ എല്ലാം പൊളിച്ച് എല്ലാം എടുത്ത്. പിന്നെ ചക്കയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാതെ ഞാൻ മറന്നുപോയി. പിന്നെ എന്താ ഉണ്ടാക്കിയാലും ഞാൻ ആദ്യം അമ്മയെ വിളിച്ച് ചോദിക്കും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. എന്നിട്ട് പിന്നെ രാവിലെ അമ്മ പറഞ്ഞു തന്നു. തേങ്ങയാണെങ്കിൽ ഉണക്ക തേങ്ങ കേട്ടോ, അത് പിന്നെ കട്ട് ചെയ്തിട്ട് അരച്ചൊക്കെ വേണം എടുക്കാൻ. പിന്നെ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെ. ചുമ കാരണം എനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പം ഞാൻ ആട്ടയ്ക്കകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അരിപ്പൊടി എടുത്തില്ല, ഞാൻ ആട്ട വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. ഇതുണ്ടാക്കിയ സമയം എനിക്ക് തോന്നുന്നൊരു 9:45 ആ ടൈം. രാവിലെ എഴുന്നേറ്റ് ഒത്തിരി 8:45 ഉണർന്നപ്പോൾ. പിന്നെ കുളിയും എല്ലാം കഴിഞ്ഞ് വന്ന് ഉണ്ടാക്കാൻ നിന്നപ്പോഴത്തേന് താമസിച്ചു. പിന്നെ എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ എടുത്തു. കുറച്ച് വയനയില ഉണ്ടായിരുന്നു, ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് കുറച്ചേ കൊണ്ടുവന്നല്ലായിരുന്നു, ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്നതായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ദിവസം ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 1 മാസമായി. അവർ ആ ഇലയൊക്കെ ഒരുമാതിരി ഉണങ്ങി. ഒരു ട്രിപ്പ് ഞങ്ങൾ ഉണ്ടാക്കിയത് ബാക്കിയാട്ടോ, കുറച്ച് ഇല ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് വയനയിലക്കകത്ത് അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി ഞാൻ കുഴക്കട്ട പോലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ എന്തായാലും വയനയിലെല്ലാം സെറ്റായി. ശ്രീയേട്ടന് ഡ്യൂട്ടിക്ക് പോകണം. ചേട്ടൻ പറയുന്നുണ്ട് പെട്ടെന്ന് റെഡിയാക്കി, എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ഡ്യൂട്ടിക്ക് പോകാനും ഒന്ന് ലേറ്റായി. വീഡിയോ എടുപ്പ് വരുമ്പോൾ ഇച്ചിരൂടെയൊക്കെ ഒന്ന് ലേറ്റ് ആകുമല്ലോ. അങ്ങനെ എല്ലാം സെറ്റാക്കി അങ്ങനെ എല്ലാം റെഡിയാക്കിയാൽ ശ്രീയേട്ടന് കൊടുത്തു. ചേട്ടനെ ഡ്യൂട്ടിക്ക് വിട്ടു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സി യു.